ഹലോ എവരിബഡി, ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബനാന കേക്ക്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ബനാന കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 6 ബനാന, 500 ഗ്രാം മൈദ, 400 ഗ്രാം ഷുഗർ, 200 ഗ്രാം വെജിറ്റബിൾ ഓയിൽ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് മിൽക്ക്. ഇത് നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യുമ്പം നമുക്കറിയാൻ പറ്റും കുറച്ചുകൂടെ പാൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കുറച്ചുകൂടി എടുക്കാം. ഇത് കേക്ക് മസാല പൗഡർ. ഈ കേക്ക് മസാല പൗഡർ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് എൻ്റെ ഒരു മാഡം വലിയമ്മാളിൻ്റെ കയ്യിൽ നിന്നാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 100 ഗ്രാം ഷുഗർ, 10 ഗ്രാമ്പൂ, 10 ഏലക്ക, 2 1 ഇഞ്ച് ദാൽച്ചീനി എന്ന് പറഞ്ഞാൽ പട്ട, പിന്നെ ഒരു നട്ടുമഗ് എന്ന് പറയുന്നത് ജാതിക്ക. ഇതെല്ലാം കൂടെ ഇട്ട് പൊടിച്ച ഒരു മിക്സറാണ്. ഇത് ഞാൻ ഇന്നുണ്ടാക്കിയതല്ല, ഇത് ലാസ്റ്റ് ഡിസംബർ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ച പൗഡറാണ്. ആദ്യം ഞാൻ ഈ ബനാന സ്കിന്ന് കളഞ്ഞ് മിക്സിയിലേക്ക് ഇടുന്നു. ഈ ബനാനയുടെ, അതായത് ഓവർ റൈപ്പ് ബനാനയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ഈ ബനാനയിലേക്ക് ഞാൻ ഈ ഓയിൽ ഒഴിക്കുന്നു. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും എടുക്കാം. ഈ ബനാനയും ഓയിലും കൂടെ ഞാനൊന്ന് അരച്ചെടുത്തു. ഈ പരുവത്തിൽ കിട്ടിയത്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഷുഗർ കുറച്ചായിട്ടിടുന്നു. ബാക്കിയുള്ള ഷുഗർ പൗഡറും കൂടെ ഇടുന്നു. നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് 2 മുട്ടയും കൂടെ ഇടാം. ഞാനിത് വെജിറ്റേറിയൻ ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് അരിച്ച് വെച്ചിരിക്കുന്ന മൈദാപ്പൊടിയാണ്. ഇതിലേക്ക് കുറച്ച് മൈദ ഇടുക. ഉടയാതെ പഴത്തിൻ്റെ കഷ്ണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇനി അടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് അതിൻ്റെ തുടഞ്ഞ് ചേർന്നോളും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചുകൊണ്ടിരിക്കും. ചൂട് പാൽ ഒഴിക്കരുത്. റൂം ടെമ്പറേച്ചർ പാലോ അല്ല തണുത്ത പാലോ നിങ്ങൾക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഇടുന്നു, ബേക്കിംഗ് പൗഡർ ഇടുന്നു, ഒരു 1 ടീസ്പൂൺ വനീല എസൻസ് ഇടുന്നു. ഈ വനീല എസൻസ് നിങ്ങളുടെ ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങളിത് അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങളിത് മിക്സ് ചെയ്യണം. കേക്ക് ഉണ്ടാക്കാനുള്ള പരുവം ആകണമെങ്കിൽ. അപ്പോൾ ഞാനൊരു ഷോർട്ട് കട്ട് അടിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു യൂസ് മൈ ഹാൻഡ് ബ്ലെൻഡർ. ഇതായിരിക്കണം ഇതിൻ്റെ പരുവം. പാല് മുഴുവൻ ഒഴിക്കുന്നതായിട്ട് എനിക്ക് വന്നില്ല. ഒരു 200 ml പാലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് 250 ml കപ്പാണ്. ഇതിലേക്ക് ഞാൻ നമ്മുടെ കേക്ക് മസാല പൗഡർ ഇടുന്നു. 1 ടീസ്പൂൺ. ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നു. നമുക്കിനി വേഗം ഓവൻ പ്രീഹീറ്റിൽ വെക്കാം. ഓവൻ ഞാൻ പ്രീഹീറ്റിൽ വെച്ചു. ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിനി കേക്ക് മിക്സർ അതിൻ്റെ അകത്ത് വെക്കണം. അപ്പം ഈ ഡിഷ് ഞാൻ തയ്യാറാക്കുന്നു. സ്വല്പം ഗീയോ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും എടുക്കുക. ഇതൊന്ന്
പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു സ്വല്പം മൈദ ഇടുന്നു. ഈ മൈദ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് പറ്റിക്കണം. ഇതിൻ്റെ അകത്ത് എക്സസ് മൈദ ഉണ്ടെങ്കിൽ നിങ്ങളത് തട്ടിക്കളയണം. ഇനി ഈ പാത്രത്തിലേക്ക് ഞാൻ ഈ കേക്ക് മിക്സർ ഒഴിക്കുന്നു. ഓവൻ പ്രീ ഹീറ്റായി. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം. ഞാനിത് അടച്ചു വെക്കാൻ പോകുന്നു. ഈ കേക്ക് വേകുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 40 to 45 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇനി വന്ന് നോക്കാം. സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഓവനോ മൈക്രോവേവോ OTG ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്ക് കേക്ക് കുക്കറിലുണ്ടാക്കാം, അല്ല വെറുതെ ഒരു ചീനിച്ചട്ടിയിലോ എന്ത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തു. ഈ സ്റ്റാൻഡ് ഇതിന് ഉള്ളിലായിട്ട് വെച്ചു. ഇത് അടച്ച് വെച്ചിരിക്കുന്നു. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. ഇത് പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന ഡിഷാണ്. ഇതിലേക്ക് ഞാൻ ഈ ബാക്കിയുള്ള മിക്സർ ഒഴിക്കുന്നു. ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റായി. ഇത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നു. നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ കൈ പൊള്ളാതെ. ഈ പാത്രത്തിന് നല്ല ചൂടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കാം. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് വന്ന് നോക്കാം. ഇനി അപ്പം നമുക്ക് ഈ ഓവനിൽ ഉണ്ടാക്കിയ കേക്ക് 40 മിനിറ്റ്സായി. നമുക്ക് ഒന്ന് നോക്കാം. ഒരു നൈഫോ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്ത് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് നോക്കുക. ഈ നൈഫേൽ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെന്തിട്ടില്ല. ഇത് നല്ലതായിട്ട് വെന്തു, നല്ലതായിട്ട് റൈസിങ് ചെയ്തു. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയിരിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഗ്യാസിൽ ഉണ്ടാക്കിയ കേക്കിൻ്റെ പാത്രം ചെറുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടപ്പ് മാറ്റി വെച്ചു. ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ അടപ്പ് കൊണ്ട് ഞാനിത് അടച്ച് വെച്ചപ്പം ഇതിന് റേസ് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നുകൊണ്ട് ഇതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ അടപ്പ് മാറ്റി ഇതും കൊണ്ട് അടച്ച് വെച്ചു. ഇനി ഈ 2 കേക്കും തണുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ കേക്ക് ഡിഷിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ടാപ്പ് ചെയ്യുക. സെപ്പറേറ്റായി കഴിയുമ്പോൾ നമുക്ക് അതൊരു ഇളകുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ഓൾറെഡി സെപ്പറേറ്റായി. നമ്മുടെ സൂപ്പർ ബനാന കേക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. സ്പഞ്ചി സോഫ്റ്റ്. ഇനി നമുക്ക് ഈ ഗ്യാസിൽ ഉണ്ടാക്കിയ കേക്ക് നോക്കാം. ഇതും സ്പഞ്ചി ആൻഡ് സോഫ്റ്റ്. പക്ഷേ നിങ്ങൾ ഗ്യാസിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തപ്പോൾ മുകളിലത്തെ അടപ്പിൽ പോയി മുട്ടി അതിൻ്റെ മുകളിൽ സ്വല്പം അവിടെ ഇവിടെ ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു വലിയ പാത്രം എടുക്കണം. അപ്പം നല്ല ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.